ഹായ് നമസ്തേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത ഒരു ഷോർട്സ് വീഡിയോ, അതായത് ഒരു ഹാപ്പി മോം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു സന്തുഷ്ടവതിയായ ഒരു ഹൗസ് വൈഫ് ആകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ അത് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി, കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഷോർട്സ് ആയിട്ട് ഒരു വിത്തിൻ 2 മിനിറ്റ്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാ സ്ത്രീകൾക്കും എന്നെക്കാളും നല്ലപോലെ അറിയായിരിക്കും. പക്ഷേ ഞാനത് എടുത്തു പറയുന്നത് ചില ആൾക്കാർ ഇത് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പല സ്ത്രീകളും അത് അവർ മനസ്സിലാക്കുന്നേ ഇല്ല. അവരെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ സമയവും ആരോഗ്യവും ഉറക്കവും സൗന്ദര്യവും അല്ലേ, അത് പറയാൻ കാര്യം എന്തെന്നറിയോ? ചില കുട്ടികളുണ്ട് നല്ല സ്മാർട്ടായിരിക്കും കോളേജ് ലൈഫിലൊക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഒരു കുടുംബമൊക്കെ ആയി കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിപ്പോൾ, അവരുടെ പേഴ്സണാലിറ്റി മാറിയിട്ടുണ്ടാവും, ആ സ്മാർട്ട്നെസ്സും ആ പ്രസരിപ്പും ഒക്കെ നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു വേറൊരാളെടുത്ത് സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് തോന്നും. ആളൊക്കെ അങ്ങ് ആകപ്പാടെ മാറിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. പിന്നെ നല്ല സുന്ദരിമാരായിരുന്ന അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്ന കുട്ടികൾ പലപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്ത് വേറെ അടിമുടി അങ്ങ് മാറിയിട്ടുണ്ടാകും. കാരണം അവരെ കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചില ആൾക്കാർ വളരെ സ്കെൽട്ടായി തീരെ ഫീച്ചേഴ്സൊക്കെ മാറി വേറൊരു കോലത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പൊതുവെ നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ സ്ത്രീകൾ കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നല്ല കോൺഫിഡൻസ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ നല്ല ഹൈഫൈ ആയിട്ടുള്ള ഒരുപാട് ഏൺ ചെയ്യുന്ന ലേഡീസിന്, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അങ്ങനെയൊക്കെ ഉള്ള സുരക്ഷിതത്വം ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. സാധാരണക്കാർക്കും പറ്റും. ഇത് ഹൗസ് വൈഫ്സിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ എല്ലാ സ്ത്രീകൾക്കും പറ്റും. പലരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്, ശ്രമിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവനും നമ്മുടെ സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്ന് പറയാം. കാരണം ചില സ്ത്രീകളുണ്ട്, ഒരു യാത്ര പോലും പോവില്ല. കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ ജലദോഷം വരും, അവർക്ക് അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ഒരിടത്തും കൊണ്ടുപോകത്തില്ല, വീട്ടിൽ തന്നെ വെച്ചാണ് നോക്കുന്നത് കുട്ടികളെയൊക്കെ. അപ്പോൾ പിന്നീട് ഒരു ടൈമിലുണ്ടല്ലോ, നമ്മുടെ മക്കൾ ഇതേപോലെ ഇത്രയും സ്നേഹം തിരിച്ച് നമ്മുടെ അടുത്ത് കാണിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അത് നമ്മുടെ നാച്ചുറലി ഇന്നേറ്റായിട്ട് നമ്മൾ അങ്ങനെ സ്ത്രീകളെല്ലാവരെയും അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടികളെ നോക്കാനും ഒക്കെ നമുക്ക് ആരും പറയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അല്ലേ. നമ്മൾ കടമയായിട്ട് ചെയ്യുന്നതല്ല, ബിക്കോസ് നമ്മുടെ കുട്ടികൾ അത്രയും നോക്കിയെടുക്കുക എന്നുള്ള നമുക്കൊരു സംതൃപ്തി കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അതേ ഇൻറ്റൻസിറ്റിയിൽ തിരിച്ചു കിട്ടണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നോക്കിയ മക്കളായിരിക്കും പാരൻസിനെ തിരിഞ്ഞു നോക്കാത്തത്. അങ്ങനെ ഒരുപാടടുത്ത് കാണുന്നുണ്ട്. അധികം ശ്രദ്ധിക്കാത്ത കുട്ടികളായിരിക്കും ചില വീട്ടിലെ പാരൻസിനെ നല്ലപോലെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയും വരാം. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആക്കി വെച്ച് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെ കുട്ടികൾ അതുപോലെ ശ്രദ്ധിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം വന്നാൽ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും അല്ലേ. ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എത്ര ദിവസത്തെ ഉറക്കം കളഞ്ഞു, നമ്മൾ എത്ര യാത്രകൾ വേണ്ടെന്ന് വെച്ചു, നമ്മുടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ. നമ്മൾ ചില അമ്മമാർ ജോലിക്ക് പോലും പോകാതെ കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ജോലിയൊക്കെ ഉപേക്ഷിച്ച സ്ത്രീകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ദുഃഖത്തിലായിരിക്കും അന്ന് അവസാനിക്കുന്നത്. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതമൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. നമുക്ക് നേരെ എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല കാലമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 35 വയസ്സ് കഴിഞ്ഞ് കുട്ടികളെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടെന്നായി കഴിയുമ്പോൾ പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില അമ്മമാരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൊടുക്കുമെന്ന് വെച്ചാൽ ബാഗിൽ ബുക്സൊക്കെ കറക്റ്റായിട്ട് ഇവരായിരിക്കും എടുത്ത് വെക്കുന്നത്. വലിയ കുട്ടിയൊക്കെ ഒരു 6ലും 7ലും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു 4th 5th വരെയൊക്കെ അത് ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യമില്ല. അവർ 3rd സ്റ്റാൻഡേർഡ് ആയി കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ ഒന്ന് വല്ലപ്പോഴും ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ കുഞ്ഞിലെ ശ്രദ്ധിച്ച പോലെ ഓരോന്നും വായിച്ച് എഴുതി ഓരോന്നും പഠിപ്പിച്ച് അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം നമുക്ക് കുറച്ച് സമയം കൊടുക്കാം സ്ത്രീകൾക്ക്. അപ്പോൾ അതെന്താണെന്നറിയോ? ഈ സെൽഫ് ലവ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർക്കുന്നത് എനിക്ക്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക? സെൽഫ് ലവ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്ന് അടിമുടി നമ്മുടെ തല മുതൽ കാൽപാദം വരെ വൃത്തിയാക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കളർ ചെയ്ത് അതല്ല കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത് എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ ആ രീതിയിലല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയോ? അപ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് അല്ലേ. നമ്മുടെ ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് കൂടെ ടെസ്റ്റ് ചെയ്യണം. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ല നമ്മുടെ വെയിറ്റ് ഗെയിൻ, ഒരുപാട് വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ നമുക്കൊന്ന് നോക്കാം. വേറെ മെൻസസിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ സ്കാൻ എടുത്ത് കൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് നമ്മളൊരു എക്സ്പെൻസായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്റ്റ് അത് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യമേ അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരുപാട് ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എക്സസൈസ് ചെയ്യുക. തീരെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ, വെയിറ്റ് റെഡ്യൂസായി പോവുകയാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഈ ബ്യൂട്ടി പാർലറിൽ പോകാനും കളർ ചെയ്യാനും അല്ലെങ്കിൽ ഫേസിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ പലതിനും ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട് നമ്മൾ സുന്ദരിമാരായിട്ട് പെട്ടെന്ന് മാറാൻ വേണ്ടി. പക്ഷേ അങ്ങനെയൊന്നും എക്സ്റ്റേണലായിട്ടൊരു കാര്യം ചെയ്തത് കൊണ്ട് വളരെ പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നില്ല. തല മുതൽ നമ്മുടെ നഖം വരെ വൃത്തിയാക്കി കളറൊക്കെ ചെയ്ത് വേറെ രൂപത്തിൽ ഇറങ്ങിയാലും കുറച്ച് താമസിക്കാതെ തന്നെ പെട്ടെന്ന് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആവുമല്ലേ. നമ്മുടെ പഴയ ഒരു ഇതിലോട്ട് നമ്മൾ വരും, ബാക്കിലോട്ട് വരും, അതുപോലെ വരും. ഇപ്പം താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷമാണ്. ചില ആൾക്കാർ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് പിന്നെ അവരവരുടെ ചോയ്സാണ്. ഇനി നിങ്ങൾ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. സ്ത്രീകൾക്ക് ഇനി ഭർത്താവ് സമ്പാദിച്ച് വരുന്ന കാശിൽ അങ്ങനെ എടുത്ത് നമ്മൾ മറ്റൊരാളുടെ അധ്വാനത്തിൽ, അത് എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്കത് മനസ്സിന് സന്തോഷം തരണം എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പാർലറിൽ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലുള്ള ഫുഡായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ചിലവ് വരുന്നില്ല. അടിമുടി മാറാനേ അതിലൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആകുന്നുണ്ടല്ലേ. 30,000 40,000 രൂപയൊക്കെ ആവും ഹെയറൊക്കെ മാറ്റി അടിമുടി നമ്മളൊന്ന് ഇതൊക്കെ ചെയ്ത് സുന്ദരിയാവാൻ വേണ്ടി. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു മാസം കൊണ്ട് വീണ്ടും പഴയപടിയാവും. ചിലപ്പോൾ പഴയതിനേക്കാളും ശോകമായിരിക്കും പിന്നീട്. സത്യം പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണും. എങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് തുറന്ന് പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് വിചാരിക്കണം. അപ്പോൾ അതിന് പകരം ആ എക്സ്പെൻസിൻ്റെ പകുതി പോലും വേണ്ട നല്ല ഫുഡ് കഴിക്കാൻ. പല അമ്മമാരും ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യും. മക്കൾക്ക് ഇഷ്ടമില്ല ഈ ആഹാരം, പിള്ളേർക്ക് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾ ആരും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ല നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈം ടൈം കൊടുത്ത് മെനക്കെട്ട് തന്നെ കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇഷ്ടത്തിന് നമുക്ക് കഴിക്കണം. സമയമെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയാണല്ലോ, ഹാപ്പി ഹോർമോൺസ് കൂടുന്നതിന് വളരെ സഹായകരമായിരിക്കും. പല വീട്ടിലും എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല ഫുഡ് കൊടുത്തിട്ട് അമ്മമാരെന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഉള്ളത് ഇത്തിരി ചോറും വേറെ എന്തെങ്കിലും ചമ്മന്തിയോ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ ഒരു മീൻകറിയോ ഒക്കെ കിട്ടിയാൽ മതി. ചിലപ്പോൾ മീനിൻ്റെ ചാറായിരിക്കും കഴിക്കുന്നത്. ഈ മീൻകറി എന്ന് പറയാൻ കാര്യമേ, ഞാൻ ഭയങ്കരമായിട്ട് മീൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മീനിൻ്റെ മണമെങ്കിലും ഇല്ലാതെ എനിക്ക് ചോറുണ്ണാനൊക്കെ ബുദ്ധിമുട്ടാണ്. പൊതുവേ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്, അതുകൊണ്ട് പറയണം. അപ്പോൾ ഇതൊക്കെ മതിയാക്കിയിട്ട് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് ചോറിൻ്റെ ഇതിൽ കഴിക്കുന്നത്. അതുകൊണ്ട് ഗുണമില്ല. അതിങ്ങനെ നമുക്ക് ഈ വണ്ണം വയ്ക്കാനും ഫാറ്റ് കൂടാനും മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മൾ ഹെൽത്തി ആയിട്ട് ചെറുപ്പമായിട്ട് യൂത്തായിട്ട് ഇരിക്കണമെങ്കിൽ പ്രോട്ടീനുള്ള ആഹാരം നമ്മൾ കൂടുതൽ കഴിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് മുട്ടയുടെ വെള്ള, കൊളസ്ട്രോളൊക്കെ വരുന്ന പേടിയുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി കൊളസ്ട്രോൾ നോർമലാണെങ്കിൽ ഒരാഴ്ചയിൽ 2-3 മുട്ടയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അത് പ്രോട്ടീനാണ്. അതുപോലെ പാല് നിർബന്ധമായിട്ടും ദിവസവും ആ ഒരു സ്റ്റേജിന് ശേഷം കുടിക്കണം. നമുക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന പശുവും പാല് കിട്ടുകയാണെങ്കിലാണ് വളരെ നല്ലത്. കവർ പാലിനൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഗ്ലാസ് പാല് നിത്യേന കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചീരവർഗ്ഗങ്ങൾ വളരെ പ്രധാനമാണ്. കീര അത് പലപ്പോഴും മെനക്കെടാൻ മടിച്ചിട്ട് തന്നെ പല സ്ത്രീകളും അതൊന്നും ഉണ്ടാക്കാറില്ല. ചുമ്മാ ഒരു എക്സ്ക്യൂസ് പറയും ആരും കഴിക്കില്ല എന്ന്. പക്ഷെ അത് കഴിക്കുക, വെച്ച് കഴിക്കുക എന്നുള്ളത് ആഴ്ചയിൽ 1-2 ഇനി കൂടുതൽ പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഗുണം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ശരീരം അടിമുടി മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് ഹീമോഗ്ലോബിൻ കൂടുതലുള്ള ഇലക്കറി പോലെയുള്ളത്, നമ്മുടെ മുരിങ്ങ ഇലക്കറി, അതൊക്കെ കഴിക്കുക എന്നുള്ള കൂടെ അത് ഉൾപ്പെടുത്തണം. പണ്ടൊക്കെ ഈ കാടരിച്ചൊക്കെ അമ്മൂമ്മമാരൊക്കെ ആഹാരം ഉണ്ടാക്കും. മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചെറിയ തളിരില, പയറിൻ്റെ ഇല ഒക്കെ നല്ലതാണ്. തോരനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ആർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മേക്കപ്പിന് പുറകെ പോകേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക. സ്ത്രീകൾ പ്രത്യേകിച്ചും. നിങ്ങൾ വേറെ ആർക്ക് വേണ്ടി നോക്കണ്ട, ടേസ്റ്റ് നോക്കണ്ട, മക്കൾക്ക് വേണ്ടിയൊന്നും അല്ല, നിങ്ങൾക്ക് അതിനെ സമയം കണ്ടെത്തി അത് ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം. അപ്പോൾ ഇലവർഗ്ഗങ്ങൾ എന്നുള്ളത് നമുക്ക് എപ്പോഴും യുവത്വം നിലനിർത്താനും നമുക്ക് നല്ലൊരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ തരാനും ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഈ നട്ട്സ്,
ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എടുക്കുക. ബദാം പ്രോട്ടീൻ, അത് ബദാമിൽ നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, ഇതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. ഇങ്ങനെ ഇൻടേക്ക് ഓഫ് ഫുഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി ആൻഡ് യങ്, ഇത് ഫോളോ ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യാൻ. ആൾക്കാർ പലപ്പോഴും മക്കൾ കഴിക്കില്ല എന്ന് വെറുതെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഇത്തിരി ഉരുളക്കിഴങ്ങ് വെട്ടി ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയായിരിക്കും ചോറുണ്ണുന്നത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്, കുറച്ച് വണ്ണം കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഫുഡ് എന്ന് വെച്ചാൽ നമ്പർ 1 ബിരിയാണി വാങ്ങിച്ച് കഴിച്ച് അസുഖം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നമ്മൾ കഴിവതും പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കണം. അത് നമുക്ക് തീരെ നമ്മൾ ഒരു വല്ലാത്ത ഒരു ലുക്കിലോട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ഫുഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾ അടിമുടി മാറി. ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക, ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലോ, നല്ലൊരു വ്യത്യാസം വ്യത്യാസമുണ്ട് എന്നുള്ളത്. അത് ഒന്നാമത്തെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയുള്ളൊരു സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? നിങ്ങൾ വിചാരിക്കും പല പെൺകുട്ടികൾക്കും ഒരു അമിത പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റീൽസിൽ കാണുന്ന പോലെ എപ്പോഴും ഹസ്ബൻഡ് പുറകെ നടന്ന് ചോറുണ്ടോ, ആഹാരം കഴിച്ചോ, മുഖം വാടിയെങ്കിൽ എന്താ കാരണം, ഇങ്ങനെയൊന്നും ആരും തിരക്കില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ തിരക്കുന്നുണ്ടാവും. അത് കഴിയുമ്പം പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. പ്രാക്ടിക്കലായിട്ട് സെൻസിബിളായിട്ട് തിങ്ക് ചെയ്യുന്ന സ്ത്രീകളെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒരു ഓവർ ടൈം ഇങ്ങനെ ഉണ്ടാകും ലൈഫിൽ. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, മക്കളെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ വരുന്ന ഒരു മൊമെൻറ്റിലാണ് പല സ്ത്രീകളും നമുക്ക് വല്ലാത്തൊരു വ്യത്യാസം അനുഭവപ്പെടുന്നതും സ്നേഹം കുറഞ്ഞോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക. ആ സമയത്ത് അരുതാത്ത ബന്ധങ്ങളിലൊക്കെ അങ്ങനെയാണ് പോയി പതിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനെപ്പറ്റി തിരിച്ചറിവില്ലാതെയാണ് അങ്ങനെ. എന്ന് വെച്ചാൽ നോർമലായിട്ട് തന്നെ ഇപ്പോൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റിയാണ് ഏറ്റവും വേണ്ടത്. പരസ്പരം പങ്കാളിയൊക്കെ ഒരു സ്പേസ് കൊടുക്കാൻ തോന്നണം. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ലിമിറ്റേഷൻ വയ്ക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ കടന്നു കയറുക എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ റീൽസിലൊക്കെ നല്ല പെർഫെക്റ്റ് ലൈഫ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഭയങ്കര പാട്ടും ഭയങ്കര വലിയ വീടും അതിനകത്ത് ആഡംബരമായിട്ടുള്ള സാധനങ്ങളും ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ നല്ല പാട്ടൊക്കെ പാടി കുട്ടികളൊക്കെ ഒരുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നതും അല്ലേ? അതൊക്കെ നമുക്കറിയോ? അയാളുടെ ഭർത്താവാണോ നമുക്കറിഞ്ഞുകൂടാ. ആ വീട് അവരുടേതാണോ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമ്മൾ കാണുന്നത് ഒരു വീഡിയോ മാത്രം സ്വല്പം നേരത്തേക്കുള്ള. അതിനുവേണ്ടി അവരെന്തൊക്കെ സ്ട്രഗിൾ എടുത്തിട്ടുണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് എന്ത് നല്ല ലൈഫുണ്ട്, എന്തിനാ അവരെയൊക്കെ നമ്മൾ നോക്കി ബേജാറാവുന്നത്? അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഒഴിവാക്കണം. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. നമുക്ക് ഉത്തരവാദിത്തങ്ങളായി പോകുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റിമസി, അല്ലെങ്കിൽ തിരിച്ച് എന്താണ് ഈ കൊഞ്ചിക്കൊണ്ട് നടക്കാനൊന്നും ആർക്കും സമയം കിട്ടില്ല. പല സ്ത്രീകൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ സ്നേഹം ഇല്ല, ആർക്കും സ്നേഹമില്ല. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന ബാലിശമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒരു മെച്യൂർഡ് റിലേഷൻഷിപ്പിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഹസ്ബൻഡ് എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യും, എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പോലും പല സ്ത്രീകൾക്കും മനസ്സിലാവും അല്ലേ? കാരണം കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ സ്നേഹമാണ് വേണ്ടത്. പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്തും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാത്ത ഒരു ഡ്രാമ എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.